അച്ഛന്മാരുടെ ജീവിതമൊക്കെ ശരിക്കും ഒരു ത്യാഗമാണ്. അച്ഛൻ ഇവിടെ വന്നിട്ട് അച്ഛൻ പറഞ്ഞോടുന്ന ഒരു കാര്യം എന്താ, ഞാൻ ഇനി ഇവിടെ നിന്ന് പോവില്ല. ഫോട്ടോ ഒക്കെ ജഗ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. എന്റെ അച്ഛനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചിട്ട് ആട്ടുകെട്ടുള്ള അച്ഛന് കുറെ ഡ്രസ്സ് ഉണ്ടെങ്കിലും ആ ഷർട്ട് ഇടാൻ കൂടുതൽ ഇഷ്ടം. ഒരു പ്രത്യേക ട്യൂണിൽ അച്ഛൻ എന്നെ വിളിക്കുക ഭക്ഷണം കഴിക്കാറാകുമ്പോ. സരിതാ മൊത്തം എന്റെ ഇഷ്ടങ്ങളാണ് ചേട്ടൻ പരിഗണിച്ചിട്ടുള്ളത്. കുഞ്ഞു കൊഴുവ, 4 കടച്ചക്ക ചെറുതുകള്, വറുത്തരച്ച കൂട്ടാന് പപ്പടാണ്. കൊഴുവ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിടണ്ട. ജഗ് തലയിൽ കൈ വെച്ചിട്ട് ഇത് സംഭവിച്ച പോലെ പറയണേ. ഭയങ്കര ടേസ്റ്റ് മീൻ വറുത്തത്. സരിതയുടെ അഭീഷ്ടപ്രകാരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കടച്ചക്കാരെ ടൈം കഴിഞ്ഞു തുടങ്ങി. ലാസ്റ്റ് നമ്മുടെ കൂട്ടുകാരൻ്റെ പച്ചക്കറി പീടികയിൽ ചാക്കിൽ അവസാനം ഉണ്ടായിരുന്ന 4 കടച്ചക്ക ചെറുതുകൾ അവൻ എനിക്ക് എടുത്തു തന്നു. നീ ഇത് കൊണ്ടുപോക്കോ, ഇനി വരണമെന്നില്ല. കാരണം കടച്ചക്കരെ വറുത്തരച്ച് കൂട്ടാൻ വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കടച്ചക്ക കിട്ടിയേ മതിയാവൂ. അങ്ങനെ കടച്ചക്ക വാങ്ങിച്ചു കൊടുക്കുന്ന ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചേട്ടൻ കൊണ്ടുവന്നതാണ് കടച്ചക്ക. ഇങ്ങനെ പറയുന്നത് കടച്ചക്ക ഒരളവുക്ക് പറവാലി എന്ന് പറയാ, കുഴപ്പമില്ല എന്ന് പറയേ. കടയിലേക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ, സുജ. അത് നല്ല കടച്ചക്കയായിരുന്നു, ബെസ്റ്റ് കടച്ചക്കയായിരുന്നു. ഞാൻ ഉപ്പേരി വെച്ച് കഴിച്ചു. ഇതൊക്കെ ചോറ് അവിടെ ഞാൻ ഊറ്റാൻ വേണമെങ്കിൽ. അപ്പം ഇത് നമ്മളന്ന് അതോലോകം കൂടി ഇപ്പോൾ ജയന്തേശി വെച്ചിട്ടുണ്ടായിരുന്ന കടച്ചക്ക വറുത്തരച്ചത്, അത് വെക്കാൻ പറഞ്ഞിട്ട് കുറേ കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് വെക്കാൻ പോണേ കേട്ടാ. അതിനുശേഷം ഞാൻ അതേപോലെ തന്നെ ഒരു വട്ടം വെച്ചു. നല്ല രസമുണ്ടായിരുന്നു അത്. അടിപൊളി ചോറ്. പിന്നെ ഈ കടച്ചക്കയ്ക്ക് കോമ്പിനേഷനായിട്ട് എന്താണെന്നറിയോ, ഇന്നലെ മൊത്തം എൻ്റെ ഇഷ്ടങ്ങളാണ് ചേട്ടൻ പരിഗണിച്ചിട്ടുള്ളത്. വൈകുന്നേരം മുഴുവൻ കുഞ്ഞു കൊഴുവ, ഇത് മുഴുവൻ 1.5 കിലോ ഉണ്ടായിരുന്നുണ്ട്. അത് മുഴുവൻ നന്നാക്കി ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഒക്കെ തേച്ച് വെച്ചു. ഇനി ഞാൻ എന്താണെന്നറിയും, ഞാൻ സാൽമൺ മീൻ ഞാൻ കൂടുതൽ കഴിച്ചില്ല. ഇവരൊന്നും കഴിച്ചില്ല. കഴിച്ചു, ഇവർക്ക് അത്ര ഇഷ്ടമില്ല, വലിയ കനം കൂടി മീനുകൾ ഇഷ്ടമില്ല, ഇങ്ങനത്തെ സാധനമല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചു. കൊഴുവേറെ സമയം എല്ലാ സ്ഥലത്തും കൊഴുവിയ. എന്നിട്ട് ഞാൻ ചേട്ടനോട് ഇങ്ങനെ കെഞ്ചി പറഞ്ഞു, കെഞ്ചും കുഞ്ചൊന്നും വേണ്ട, ഞാൻ കൊഴുവ വാങ്ങിക്കൂ ചേട്ടാ. വാങ്ങിച്ചാ മാത്രം പോരെ, നന്നാക്കും വേണം അല്ലേ. നമ്മളെ നന്നാക്കി കൊടുക്കണല്ലോ. അല്ല നന്നാക്കി തരില്ലേ അവര്? കൊഴുവിയല്ല നന്നാക്കും, വലിയ കൊഴുവാണെങ്കിൽ നന്നാക്കും. ഈ വണ്ടൻ കൊഴുവ് കിട്ടും, നമ്മുടെ ഈ തള്ളവരലിൻ്റെ വലിപ്പമുള്ളത് കൊഴുവ് കിട്ടും, വണ്ടൻ. അതൊക്കെ ആകുമ്പോൾ നന്നാക്കും. നമ്മുടെ കടയിലത്തെ ശരണ്യക്ക് കൊഴുവാന്ന് കേൾക്കുമ്പോൾ പേടിയാവുക. കാരണം ഇപ്പോൾ എല്ലായിടത്തും കൊഴുവയ്ക്കാണ് വില കുറവ്. കൊഴുവ നിറയുള്ള കാരണം അവളുടെ ഭർത്താവ് വൈകുന്നേരം ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ ഓരോ കിലോ 2 കിലോ കൊഴുവും കൊണ്ടുവരാ. അവരൊന്നും നന്നാക്കില്ലേ ആണുങ്ങളെ. അവള് ഇവിടെ നിന്ന് കടയിൽ നിന്ന് ചെന്നിട്ട് വേണം അത് നന്നാക്കാതിരിക്കാൻ രാത്രി. പിന്നെ പകുതി നന്നാക്കി വയ്ക്കും, ബാക്കി പിന്നെ പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് നേരത്തെ എണീറ്റൊക്കെ നന്നാക്കണേ. അപ്പോൾ സരിതേച്ചിക്ക് എന്താ സുഖം എന്ന് പറയും. ശരിയാട്ടാ, ആ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര സുഖമാണ്. അതന്നെ, അവർക്ക് പകരം വേറെ വണ്ടി ഓടിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അതൊന്നുമില്ല, അതാലോചിക്കണം. മനസ്സിലായില്ലേ? അവര് വേറെ ജോലിക്ക് പോകണ്ടല്ലോ. അല്ല, എനിക്ക് ഇവിടെ ജോലികളുണ്ട്, പണികളുണ്ട് ഇഷ്ടം പോലെ. വെറുതെ ഇരിക്കുന്നല്ലോ. ഇതിൽ തീ എത്തിച്ചേരണല്ലേ ആദ്യം. കടച്ചക്ക നുറുക്കലാണ് ആദ്യത്തെ പരിപാടി. നുറുക്കുമ്പോഴേക്കും ഞാനേ നമ്മുടെ മീനിൽ കടച്ചക്ക വറുത്തരക്കണേൽ ശരിക്ക് പപ്പടം കാച്ചതാണ് കോമ്പിനേഷൻ. പപ്പടം കാച്ചത് അവിടെ ഇരിക്കുന്നില്ലേ? ഇന്നലെ പപ്പടം കാച്ചത് അവിടെ ഇരിക്കുന്നുണ്ട്, അത് മതിയാ. അതെടുക്കാം, മീൻ വറുക്കെടുക്കാം, ഒക്കെ എടുത്തിട്ട് ആകുന്ന സുഭിക്ഷമാക്കാം എന്നുള്ള പരിപാടിയിലാണ് പോകുന്നത് കാര്യങ്ങൾ. ഇതിൽ മീൻ വറക്കാൻ ഇപ്പോൾ വയ്ക്കാം, അതങ്ങനെ മെല്ലിയുടെ ആയിക്കോട്ടെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലേ. അപ്പൊ പിന്നെ കൂട്ടാനാവുമ്പോഴത്തേക്കും പപ്പടം തന്നെ വേണ്ടി വരുമായിരിക്കും. നിനക്കായിട്ടാണ് മീനുണ്ടാവില്ല, നിനക്കായിട്ടാണ് അത് വയ്ക്കുന്നത്. ഇത് അവിടെ മെല്ലെ കത്തി ആയിക്കോട്ടെ. അപ്പോൾ ചോറ് ഊറ്റി കഴിഞ്ഞാൽ സരിത കടച്ചക്ക നോക്കാൻ പോകുന്നു കേട്ടോ. ഞാൻ സാധാരണ കടച്ചക്ക വറുത്തരച്ച് വെക്കണ പോലെ അല്ല കേട്ടോ ജയന്തേച്ചിയുടെ രീതി, അത് വ്യത്യസ്തമാണ്. അപ്പം ആ രീതിയിലാണ് നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത്. മതി ഊറ്റിയത് കഴിയുമ്പോൾ ഞാൻ നിർത്തും. ഇത് മൂക്കാത്തതുകൊണ്ടല്ലേ? മൂത്ത തന്നെയാണ്. അവൻ പറഞ്ഞു മൂത്തതാന്ന് പറഞ്ഞു. മൂപ്പ് കുറവാ? മൂത്തതാണെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടാ. അത് നോക്കണ്ട, കിട്ടിയതുകൊണ്ട് ചെയ്യാനി. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് സീസണിൽ എല്ലായിടത്തും നിറച്ചിരിക്കുമ്പോൾ വാങ്ങിച്ചോണ്ടരാണ്ട് ടിപ്പം എന്നിട്ട് പറയാം, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൊണ്ടുവന്നതാണ്.
ചില സമയത്ത് കടച്ചക്കയുടെ സീസണാ കഴിഞ്ഞു. ആരോട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അഡ്രസ്സ് വരാൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. കടച്ചക്കി ഞാവൽപ്പഴവും. ഇപ്പനെ കൊട്ടിയെത്തുന്ന 2 പേര് വന്നിട്ടുണ്ടായിരുന്നു, നാത്തൂനും. അയ്യ അവരെ പേരെന്തിട്ടാ? അയ്യോ പേര് ഞാൻ പറഞ്ഞു. കൊട്ടിയെത്തുന്നേ, കൊല്ലം കൊട്ടിയെത്തുന്ന അവർ ഗുരുവായൂർക്ക് വരുന്നതാ. അപ്പോൾ നമ്മൾ കാണുന്ന ആഗ്രഹപ്രകാരം അവർ വന്ന് പോയി. പിന്നെ ഞാൻ കുളിക്കായിരുന്നു അപ്പോഴാണ് അവർ വന്നതേ. എൻ്റെ കുളി കഴിഞ്ഞ് വന്നതിൻ്റെ പിന്നാലെ അവർ പോവുകയും ചെയ്തു. അവർ ഓട്ടോറിക്ഷ നിർത്തിയൊക്കെയായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാൻ പോണ ആൾക്കാരാ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വന്നിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്യുക അവിടെ. പേര് ചോദിക്കാൻ മറന്നു. പേരൊക്കെ പറഞ്ഞു, ഞാനത് മറന്നുപോയി. അവരെന്തായാലും ഇത് കാണും. അപ്പോൾ കമൻ്റ് ഇട്ടോളൂ കേട്ടാ. അമ്മീരവിടെ വെയിലായില്ലോ. അയ്യോ അപ്പോൾ നിനക്ക് അരയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മിക്സിയിൽ കൊണ്ടുപോയി ഒന്ന് പയറ്റിക്കുക. വെളുത്തുള്ളി ഇഞ്ചി ചതയ്ക്കണം. ചുമന്നുള്ളി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു സബോള അരിഞ്ഞിട്ടാലും മതി. അപ്പോൾ ഞാൻ സബോള അരിഞ്ഞു. അപ്പോൾ നമ്മൾ പാചകത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ചട്ടി എടുത്ത് വയ്ക്കുന്നു. അതിലേക്ക് നല്ല മൂത്ത കടച്ചക്ക വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ കൂട്ടാൻ ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്നെ പറയണ്ട കേട്ടോ, ഇത്തിരി മൂപ്പ് കുറവുണ്ട്. കടച്ചക്ക അരിഞ്ഞത് ഇടുന്നു. അതിനുശേഷം ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നു. ഒരു തക്കാളി നുറുക്കിയത്, സബോള അരിഞ്ഞത് ഇടുന്നു. പച്ചമുളക് അരിഞ്ഞിടുന്നു. വേപ്പില. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി ഒരു കാര്യം ചെയ്യാണ്ട്, ചീഞ്ചട്ടി വെച്ചിട്ട് തീ കത്തിതേ ചീഞ്ചട്ടി ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നാളികേരം വറുക്കണം. നാളികേരം ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും നാളികേരം വറക്കുമ്പോൾ ഒരുപോലെ വറവായിട്ട് കിട്ടാറില്ല. ഈ നാളികേരത്തിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി വെളുത്തുള്ളി നാളികേരത്തിലിടുക. പിന്നെ ചുമന്നുള്ളി ഇളക്കിക്കോ. ചക്ക ഊരുപോയില്ല വെളുത്തുള്ളി ശരിക്ക് അല്ലേ? നാളികേരം കണ്ട ഇങ്ങനെ അരച്ച് ഇങ്ങനെയൊക്കെ ചുമന്നുള്ളി ഇടാം. ഞാൻ അപ്പുറത്തൊരു മീൻ വറക്കാൻ വയ്ക്കാൻ പോവാ. ഷോ അത് ചൂടായി പഴുത്തു. ഇതിലേക്ക് നാളികേരം, വേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ വറക്കണേ കേട്ടാ. ഞാൻ എൻ്റെ വറക്കൽ കർമ്മത്തിലേക്ക് നീങ്ങിയാണ്. വാഴര വെച്ചു, അരക്കില്ല. അവിടെ കൊണ്ടുപോയി അരയ്ക്കണത് അല്ലേ? സരിത വെളിച്ചെണ്ണ എടുത്തേ. വേണമെങ്കിൽ അമ്മീ മരയ്ക്കാം, വെയിലില്ലെങ്കിൽ അമ്മീ മരയ്ക്കാം അല്ലേ? ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ആക്കണം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഒരു രസമില്ല ചേട്ടാ. സരിത മീൻ വറക്കണതേ. പിന്നെ വെളിച്ചെണ്ണ വേണം, പക്ഷേ എല്ലാവരും അടിയിൽ ഒഴിക്കണ്ടെന്ന് മാത്രം. എല്ലാവരും അടിയിൽ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു ഇത് കിട്ടാനാണ്. എന്താ പറയുക, എല്ലാ പെട്ടെന്നായിട്ട് കരിയണ്ടെന്ന് വെച്ചിട്ട്. ഇതിലത്തെ എന്തോരം വേണം നിനക്ക്? ഇതൊക്കെ വേണമെങ്കിൽ നിനക്ക് തിരുന്ന് തിന്നാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഒരു സാധനം എന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാനത് 1 കിലോ 2 കിലോ ഇരുന്ന് തിന്നൊന്നുമില്ല. എനിക്ക് കുറച്ച് തിന്നാനേ പറ്റുള്ളൂ. അതെ, അല്ല വേണമെങ്കിൽ തിന്നാന്ന് പറയുന്നത്. എത്ര മതിയാ ചേട്ടൻ ആവശ്യമില്ല വറുത്ത? എത്ര മതിയോ എന്ന് ചോദിച്ചിട്ട്. ഇതിങ്ങനെ വറവായിട്ട് വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മറ്റേലേക്ക് നേരിട്ടിട്ടാലും മതി കേട്ടാ. മുളക് പൊടി മതി, മുളക് പൊടി നല്ല എരിവാ. മല്ലിപ്പൊടി, മസാലപ്പൊടി ഇല്ലേ? ഗരം മസാലപ്പൊടി. ഓക്കെ, എന്നിട്ടൊന്ന് ചൂടാക്കാം. തീ സിമ്മിലിട്ടിട്ട് വേണ്ട കേട്ടോ ചെയ്യാൻ.
ഒരു വറവ് മണം വരും. അപ്പം മതി, നിർത്താം. ഈ അമ്മീരവിടെ വെയിലായില്ലോ. ആ ദേ കറക്റ്റ് ഞാൻ നിൽക്കണ സ്ഥലത്ത് തന്നെ വെയില്. അപ്പം നമ്മുടെ പുതിയ സുജാത മിക്സിയിൽ അരച്ചാ പോരെ. ഇട്ടാന്ന് വെച്ചാൽ എനിക്ക് ഇട്ട ചേട്ടൻ ചെരിഞ്ഞോ? മതി മതി മതി, കരിയണ്ട. നല്ല രസമുള്ള ശബ്ദം. ഞാൻ അരച്ചിട്ട് വരാട്ടാ. ലാഭായി അതാരണം. ഏത് വെയിൽ വന്ന കാരണല്ലേ? വെയിൽ വന്ന കാരണം. മീൻ മൊരിയോ ഇത് കിടന്നിട്ട് മൊരിയനെ മൊരിയട്ടെ. അരച്ചു. നമ്മളേ വീഡിയോ എടുക്കണില്ല എന്നുണ്ടെങ്കിലേ നമ്മൾ ഈ നാളികേരം ആദ്യം തന്നെ വറക്കാൻ വയ്ക്കുക. എന്നിട്ട് ഇത് അപ്പുറത്ത് വറവാവണ സമയം കൊണ്ട് ബാക്കി സാധനങ്ങൾ അരിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ സമയം പോവില്ലാന്ന് ചേട്ടാ. മനസ്സിലായി. ആ മീൻ വറുത്ത് ഭയങ്കര രസമാ. ഞാനിങ്ങനെ സാധാരണ ചെയ്യാറെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ചൂടാക്കി ഇതിലേക്ക് ഇട്ടിട്ട് തടപ്പത്ത് വയ്ക്കും. എന്നിട്ട് ഇത് വേകുമ്പോഴാണ് നാളേരം വറുത്ത് ചേർക്കാറ്. പക്ഷേ ജയദേശിയുടെ രീതി ഇങ്ങനെയാണ്. ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ മിക്സാക്കി, നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടയില്ലേ, ഉപ്പിടാം. ഇനി അടപ്പത്ത് വയ്ക്കാം കേട്ടോ. ഇനി ഒരു പണിയില്ല. ഇത് വെന്ത് ഇതായി വരുമ്പോൾ കാച്ചുക, അത്ര ഉള്ളൂ. യെസ്, ചെറുതെടുത്തിട്ട് വരണ. ചൂടൊന്നില്ലേ? ഭയങ്കര ടേസ്റ്റ്. ഒരു ട്രിപ്പ് കൂടി മറക്കാൻ വയ്ക്കാ വെച്ചോ. എന്നോട് എന്തോരം വേണമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ മീൻ ഒരു ട്രിപ്പ് ആയേ. ഇത് വെറുതെ ഇരിക്കുക. ഇത് കണ്ടമാനം തിന്നാൻ പറ്റിയ സാധനം കൂടെ. വെറുതെ തമാശക്ക് കഴിക്കാലോ. അത് ഇരുന്നോട്ടറി. അതിന് ഇന്നസെന്റ് പറഞ്ഞ പോലെ ചെലവിന് കൊടുക്കൊന്നും വേണ്ടല്ലോ. ഇനിയല്ല വേണ്ട. ആ മീനെടുക്ക്. വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? വെളിച്ചെണ്ണ ഇത്തിരി ഒഴിക്കാം. ഒരു പൊട്ട് വെളിച്ചെണ്ണ ഇരുന്നോട്ടെ. എന്നോട് ഇങ്ങനെ വെറുതെ എന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും എന്താണ് മീൻ വറക്കണം. വറക്കറോ? അവിടെ ഉണ്ട്. അതൊക്കെ ചോദിക്കുന്നത് സാധാരണ കിടന്നോട്ടെ. വെറുതെ ചൂടുണ്ട്, മഴക്കാലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വീഡിയോ നാളെ എന്ന് പറഞ്ഞാൽ ജൂൺ 21 ഞായറാഴ്ച ഫാദേഴ്സ് ഡേ ആണ്. ലോക അച്ഛന്മാരെ ദിവസം എന്ന് പറയും. നമ്മുടെ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 2017 മരിച്ചത്. ഇപ്പോൾ ജൂൺ 23 മരിച്ചത്. അപ്പോൾ മറ്റേ ഇത് ഇടുന്നതിൻ്റെ പിറ്റേ ദിവസം ചൊവ്വാഴ്ചത്തേക്ക് 9 കൊല്ലവും അച്ഛൻ മരിച്ചിട്ട് പിറ്റേ കൊല്ലം ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. ഞങ്ങളെപ്പോഴും പറയും അച്ഛൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലായിരുന്നു അച്ഛനെ. നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഷാൻ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു അച്ഛനും അമ്മയും കുറേ വർഷങ്ങൾ. അവരുടെ വീട് അവർ 2016 റിനോവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പണി തുടങ്ങാൻ തീരുമാനിച്ചു. അതായത് വീടിൻ്റെ പണി, റിനോവേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിയല്ല, ശരിക്കും വലിയൊരു വീട് വെക്കണ ഒരു പണി തന്നെയായിരുന്നു. താഴെ 3 ബെഡ്റൂം, നമ്മുടെ അനിൽ ചേട്ടൻ്റെ ഒക്കെ പോലത്തെ ഒരു വീടായിരുന്നു അവരുടെ. എൽ ഷേപ്പ് ഹാളായിരുന്നു മാത്രം. അപ്പം താഴത്തെ 2 അന്നെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ റൂമുകളൊക്കെ ആയിരുന്നു അന്ന് പണിതിട്ടുണ്ടായിരുന്നു. 100 സ്ക്വയർ ഫീറ്റ് വീതമുള്ള റൂമുകളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഈ വീട് പണിത് കൊടുക്കണ എഞ്ചിനീയർമാരെന്നല്ല പറയാ, പ്ലാൻ വരയ്ക്കണ അവർ കൊടുക്കണ ഒരു പ്ലാൻ ഉണ്ട്. അത് കേരളം മുഴുവൻ അതായിരുന്നു. സെൻട്രൽ ഹാള് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും, ഒരു സ്ഥലത്ത് ഈ 2 ബെഡ്റൂം, ഒരു സ്ഥലത്ത് 1 ബെഡ്റൂം, അടുക്കള. അപ്പോ അല്ല ചേട്ടന്റെയും ചെറിയേട്ടന്റെയും ഷാൻ ചേട്ടന്റെയും ഒക്കെ ഒരാൾ തന്നെയാ പ്ലാൻ വരച്ചിട്ടുള്ളത് അല്ലേ. അപ്പോ അവരുടെ താഴത്തെ 2 ബെഡ്റൂമുകളുടെ ഇടച്ചുമര് തട്ടിയിട്ട് അതിനൊരു വലിയ ബെഡ്റൂം ആക്കണം വേണം. അതിൻ്റെ ഉള്ളിലൊരു ബാത്റൂം എടുക്കണം. പിന്നെ ഇപ്പുറത്തെ ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ ടൈൽസ്, ക്ലോസറ്റ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും മാറ്റി പുതിയതാക്കണം. പിന്നെ മെയിൻ ഹാളിൻ്റെ റൂഫ് ഇതില്ലേ, സീലിങ്, ടെറസ്, അത് പൊളിച്ചിട്ട് ഹാളിൽ നിന്ന്
ഇപ്പം കാണുന്ന വീട് അങ്ങനെയാണ്. ഹാളിൽ നിന്ന് കോണി കൊടുത്തിട്ട് മോൾ ഭാഗം ഏതാണ്ട് മൊത്തം ആയിട്ടും എടുക്കണം. മുകളിൽ വലിയ 2 ബെഡ്റൂം, ഹോള്, ഒരു എന്താ പറയുക ഹോം തിയേറ്റർ, സിനിമ ഹോള്, അത് പിന്നെ ഫ്രണ്ടിലൊരു വലിയ സിറ്റ് ഔട്ട്, അങ്ങനെ മൊത്തം ഈ അടിയിലത്തെ മൊത്തം മുകളിലും എടുക്കുന്നുണ്ട്. നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയില്. അവര് മോളിൽ പോയിട്ടൊക്കെ നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ട് ആദ്യം. അപ്പം അങ്ങനെ അത്രയും വലിയ വർക്കാണ് നടക്കണേട്ടോ അവിടെ. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ എന്തോരം പണികളാണ് അവിടെ നടക്കണേന്ന്. അപ്പോൾ ആ സമയത്ത് അവിടെ ഷാൻചേട്ടനും ചേച്ചിയും പിള്ളേരും അച്ഛനും അമ്മയും അവിടെയാണ്. അപ്പോൾ ഈ പണിയിലെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും, പണി തുടങ്ങാൻ പോകണം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചേ, അവിടെ ഈ അച്ഛനും അവർ വീട് മാറുന്നില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ റിനോവേഷൻ വന്നപ്പോൾ ചെറിയ പണിയായിരുന്നു നമ്മുടെ അവിടുത്തെ. എന്നിട്ട് വരെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് മാറി. പക്ഷെ അവർ മാറുന്നില്ലെങ്കിലും അവിടെ തന്നെ താമസിച്ചുകൊണ്ടാണ് ഈ പണി നടക്കുന്നത്, ഇത്രയും അധികം വർക്ക് നടക്കുമ്പോൾ. അപ്പം ഈ പൊളിക്കലും പണിയിലൊക്കെ നന്നായിട്ട് പൊടി കാര്യങ്ങളുണ്ടാവില്ല. അച്ഛന് ആസ്മയുള്ളതാണ്. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേ, ഈ പണി ഉള്ള സമയത്ത് നമുക്ക് അച്ഛനെ അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചാലോ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പിന്നെന്താ നീ വിളിച്ചോ എന്ന് പറഞ്ഞു. അവർ വരാണെങ്കിൽ വരട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ വീട് താമസം 2008 താമസമാണ്. എൻ്റെ തലേദിവസം ഞാൻ അച്ഛനും അമ്മേനെയും പോയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ നാളെ താമസമാണ്, അപ്പോൾ അച്ഛനമ്മ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയാം അവർ വരില്ലയാണ്. എന്നാൽ വീടിൻ്റെ പണിയൊന്നും നമ്മുടെ കഴിഞ്ഞിട്ടില്ലേ, വെറുതെ ജസ്റ്റ് ഒന്ന് പണിതിട്ട് അടി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ടിലും ബാക്കിലും മാത്രം ഡോർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ജനലുകൾ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മുടെ ഒരു ഇതിന് മര്യാദയ്ക്ക് ഞാൻ അച്ഛനും അമ്മേനെയും പോയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വെറുതെ ചിരിച്ചോളും. അങ്ങനെ ഞാൻ എന്നിട്ട് പോയിട്ട് അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. ചേട്ടൻ എൻ്റെ അടുത്ത് പിന്നെന്താ അവരെ വിളിച്ചു എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇടയ്ക്ക് വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ അച്ഛൻ ഇങ്ങോട്ട് വന്നു. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേ അവിടെ പണി തുടങ്ങാൻ പോവല്ല അച്ഛാ, അപ്പം അച്ഛൻ ഇങ്ങോട്ട് പോരേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ പക്ഷെ അച്ഛനൊരു സെക്കൻഡ് പോലും ചിന്തിക്കാണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പണി തുടങ്ങാൻ നിൽക്കണില്ല, ഞാൻ ഈ ഞായറാഴ്ച ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ കേട്ടപ്പോൾ. എന്നെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും. അച്ഛന് പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കും ഇഷ്ടമാണ്. അതുപോലെ അമ്മയ്ക്കും പണ്ടത്തെ കുറേ കഥകളുണ്ട്, അതിങ്ങനെ കേൾക്കാൻ ആരെങ്കിലും ഇരുന്നാൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പം അച്ഛൻ പറഞ്ഞു എന്താ ഈ ഞായറാഴ്ച തന്നെ ഞാൻ വരിക എന്ന് പറഞ്ഞു. ആ ഞായറാഴ്ച തന്നെ വരാൻ അച്ഛൻ തീരുമാനിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഞായറാഴ്ച മലയാള മാസത്തിലത്തെ 2ാമത്തെ ഞായറാഴ്ച ആയിരുന്നു. അപ്പം എല്ലാ മലയാള മാസവും 2ാമത്തെ ഞായറാഴ്ച നമ്മുടെ തറവാട്ടമ്പലത്തിൽ പൂജയുണ്ടാവും, കുടുംബക്ഷേത്രത്തിൽ. അപ്പോൾ അച്ഛൻ അതിന് പോവും. അപ്പോൾ സച്ചിനാണ് അച്ഛനെ കൊണ്ടുപോവുക അതിന്, ചെറിയേട്ടൻ്റെ 2ാമത്തെ മോൻ. അപ്പോൾ അതിന് എന്തായാലും അച്ഛൻ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുമല്ലോ. അപ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ട് ഞാൻ വരാം, അങ്ങനെ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ആ ഞായറാഴ്ച സെപ്റ്റംബർ മാസം 2016 സെപ്റ്റംബറിലാട്ടാ, സെപ്റ്റംബർ ലാസ്റ്റ് ആയിട്ടുണ്ട് ഞായറാഴ്ച. അച്ഛൻ്റേതായ കുറച്ച് സാധനങ്ങളുണ്ട്. അച്ഛൻ്റെ ഒരു റേഡിയോ, പിന്നെ മരുന്നും പെട്ടി, അത് ഇത്, പിന്നെ നെബുലൈസർ ഉണ്ട്, അതും അച്ഛൻ്റെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇട്ട് അച്ഛൻ ഞായറാഴ്ച ഇങ്ങോട്ട് പോന്നു നമ്മുടെ വീട്ടിലേക്ക്. അച്ഛൻ ഇവിടെ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് അച്ഛൻ പറഞ്ഞോടുന്ന ഒരു കാര്യം തൊട്ടാന്ന് വെച്ചാൽ ഞാൻ ഇനി ഇവിടെ നിന്ന് പോവില്ല. അപ്പം ഞാൻ പറയാം അച്ഛൻ പോകണ്ട എന്ന് പറയും. അമ്മയും വന്നു കേട്ടാ. അമ്മ വന്നിട്ട് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് വലിയേട്ടൻ്റെ മോൻ, അതായത് നമ്മുടെ ജിത്ത് പ്രീതിയച്ചിയുടെ മോള് കൃഷ്ണഗാഥേനെയാണല്ലോ കല്യാണം കഴിച്ചത്. അവരുടെ കല്യാണമാണ് ആ 2017 ഏപ്രിലിൽ. അപ്പോൾ പിന്നെ വലിയേട്ടൻ്റെ വീട്ടിൽ ഓരോ കല്യാണ തിരക്കുകളൊക്കെ ആയപ്പോൾ അമ്മേരെ ജീവൻ കെടുക്കണത് വലിയേട്ടൻ്റെ വീട്ടിലാണ്. വലിയേട്ടനെയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോൻ. അമ്മ അത് എപ്പോഴും പറയും ചെയ്യും, വലിയേട്ടൻ കഴിഞ്ഞിട്ടുള്ള അമ്മയ്ക്ക് ഇത്. അമ്മയുടെ ഇങ്ങനെ ഹൃദയം ഇങ്ങനെ കണ്ട് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയേട്ടനെ കാണാം. അത്രയ്ക്കും ഇഷ്ടമാണ് അമ്മയ്ക്ക്. വലിയേട്ടൻ എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. വലിയേട്ടൻ, വലിയേച്ചി, ജിത്ത്, ഇന്ദു, അവരെ കഴിഞ്ഞിട്ടുള്ള അമ്മയ്ക്ക് പിന്നെ വേറെ ആരും. അപ്പോൾ അമ്മ പിന്നെ അവിടെ ഇവിടെ കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നെ അമ്മ എങ്ങനെയായാലും അമ്മ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഷാൻചേട്ടൻ്റെ വീട്ടിൽ നിൽക്കണ സമയത്തായാലും കാലത്തന്നെ അമ്മ അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ രാത്രി ഉറങ്ങാൻ മാത്രം അങ്ങോട്ട് ചെല്ലാറുള്ളൂ. കുളിയും എല്ലാതും വലിയേട്ടൻ്റെ വീട്ടിലാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ മിക്കവാറും ഉച്ച നേരത്തെ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ വീട്ടിൽ വരും. എന്നിട്ട് ഇവിടെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നില്ലെങ്കിൽ 4 മണിക്ക് ചായ കുടിക്കാനോ ഇങ്ങോട്ട് വരാം. അങ്ങനെ എല്ലാ വീട്ടിലൊന്ന് കയറിയിട്ടാണ് അമ്മ പോവാറ് കേട്ടോ. സരിതര സാമ്പാർ കൂട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിന്നെ പറയണ്ട അമ്മ. അപ്പോൾ അങ്ങനെ എന്നിട്ട് പിന്നെ എന്തിട്ടുണ്ടായേ, അങ്ങനെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോവില്ല. അച്ഛൻ ഇവിടുന്ന് പോവില്ല എന്ന് പറയണതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തിട്ടൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാരണം അച്ഛൻ ഇവിടെ വരുമ്പോൾ അച്ഛന് ഒരു സൈഡ് തളർന്നതാ. അപ്പോൾ കുഴമ്പ് തേച്ചിട്ടാണ് അച്ഛൻ അതിന് ശേഷം കുളിക്കാറ്. ഒരു 5 തരം തൈലങ്ങളുണ്ട്, അത് അച്ഛൻ വാങ്ങിച്ച് മിക്സാക്കി വെക്കും. എന്നിട്ട് അതിങ്ങനെ കുളിക്കേണ്ട സമയത്ത് ചൂടാക്കിയിട്ട് അപ്പം അച്ഛന് ഒരു കൈ കൊണ്ട് ഇങ്ങനെ എത്തണോടത്തൊക്കെ തേക്കും.
അങ്ങനെയാണ് അച്ഛൻ തേച്ച് കുളിക്കാറ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനെന്തൊരു ജഗ്ഗു സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഴമ്പം ചൂടാക്കി ഞാൻ മേല് മുഴുവൻ അച്ഛൻ്റെ തേച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കും. കാരണം അന്ന് തളർന്നിട്ട് അച്ഛൻ ആശുപത്രിയിൽ കിടന്ന അത്രയും ദിവസം ഞാനാണ് അച്ഛൻ്റെ ഒപ്പം ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, ഈ വിരലുകളൊക്കെ ഇങ്ങനെ സ്റ്റിഫായി പോവും. അപ്പോൾ അത് രക്തോട്ടം ഉണ്ടാവണമെങ്കിൽ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഈ വിരലുകൾ ജോയിൻറ്റുകളൊക്കെ എപ്പോഴും ഇങ്ങനെ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു തുടങ്ങും. പിന്നെ അത് ചെയ്യാറില്ല. അപ്പോൾ കയ്യൊക്കെ അച്ഛൻ്റെ ഏതാണ്ട് ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുഴമ്പ് തേച്ച് ഇവിടെ വന്നതിന് ശേഷം കുഴമ്പ് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. കാലിൻ്റെ വിരലുകളും ഒക്കെ നന്നായിട്ട് എല്ലാവിടെയും തേച്ച് മസാജ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുറത്തൊരു അടുപ്പുണ്ടായിരുന്നു. അത് വെറുതെ 3 ഇഷ്ടിക വെച്ചിട്ട് ഒരടുപ്പ് ചേട്ടൻ ഉണ്ടാക്കിയ അടുപ്പ്. എന്നിട്ട് അതിൽ അച്ഛന് കുളിക്കാൻ വെള്ളം വെക്കും. ആ വെള്ളം ചൂടാവണം അത്രയും സമയം അച്ഛൻ ഇങ്ങനെ തേച്ചിരിക്കും. അങ്ങനെ അച്ഛൻ അവിടെ തേച്ചിരിക്കണ ഫോട്ടോ ഒക്കെ ജഗ്ഗു എടുത്തിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് അച്ഛൻ അടുപ്പുണ്ടാക്കി തന്നു. പുറത്തടുപ്പ് ഇല്ലേ, അച്ഛനെ ഓട്ടുകമ്മിയില് ഓട് കഴിക്കുന്നതായ കാരണം അച്ഛന് ഭയങ്കരമായ ഐഡിയകളാണ് അടുപ്പുണ്ടാക്കണല്ലേ. അടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വെറും ഈ PVC പൈപ്പ് ഉണ്ട്, PVC പൈപ്പ് ഇത്രയ്ക്ക് പോകുന്ന PVC പൈപ്പ് 3 നമ്മുടെ പഴയ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ പഴയ വീഡിയോകൾ നമ്മുടെ നിർവ്വാണ പാചകം, അങ്ങനെ കുറെ പാചകങ്ങളുണ്ട്. അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിങ്ങനെ ഉണ്ടാക്കുമ്പോ ഞാനതിങ്ങനെ അച്ഛൻ കസേരട്ട് അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടാണ് നമ്മളിത് ചെയ്യുക. അച്ഛന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും, അച്ഛൻ ഈ പൈപ്പ് ഈ അടുപ്പിലേക്ക് വെച്ചിട്ട് പൈപ്പ് ഉരുകില്ലേ, നീ ഞാൻ പറയണ പോലെ ചെയ്യ്, ഇത് അച്ഛൻ ഇതിലേക്ക് ഓക്സിജൻ കിട്ടുമോ, ഇതിങ്ങനെ ഫുള്ള് മൂടിയിട്ടുള്ള അടുപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എങ്ങനെ ഓക്സിജൻ കിട്ടുക, ഇത് പുകയില്ലേ എന്നൊക്കെ ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടാ. നീ ഞാൻ പറയണ പോലെ ചെയ്യടി പെണ്ണേ എന്ന് പറയും. അപ്പം നമ്മളതുപോലെ ചെയ്യും. അത് അടിപൊളിയായിട്ട് കത്തും. ഈ 3 കുഴലും വെച്ചേക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ വലിക്കാനാ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എയറിലേക്ക് എത്തും. നമ്മൾ പുകഞ്ഞ് അതായത് തീ കെട്ടഞ്ഞ് ഊതി കൊടുക്കൊന്നും വേണ്ട, തന്നെ കത്തും അത്. അങ്ങനത്തെ ഒരു അടുപ്പാണ് അച്ഛൻ ഉണ്ടാക്കി തന്നെ. അങ്ങനെ ആ വെള്ളം ചൂടാവണവരെ അച്ഛൻ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞാൽ കുളിക്കും. അപ്പം അത് അച്ഛന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും. അത് ബെഡ്ഷീറ്റ് മാറ്റാന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ അച്ഛൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇപ്പം നിങ്ങൾക്കറിയാലോ, കുറേ നാളായിട്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ ബെഡ്ഷീറ്റ് എല്ലാ ആഴ്ചയിലും മാറ്റും. അതിൽ ആ റൂമിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും. അപ്പോൾ അച്ഛൻ്റെ റൂമിലത്തേലും ഞാൻ ബെഡ്ഷീറ്റും അച്ഛൻ്റെ പുതപ്പും ഞാൻ മാറ്റും. പ്രത്യേകിച്ച് അതിൽ കുഴമ്പ് എന്നും തേച്ച് കുളിക്കണ ഒരു കാറമണം പോലെ വരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ അത് അച്ഛന് ഇഷ്ടം. അത് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കുറേ നാൾ കൂടുമ്പോഴാണ് എടുത്ത് കഴുകാറ്. അപ്പോൾ അമ്മയ്ക്കും വയ്യല്ലോ. അപ്പം അതിന് ഇങ്ങനെ അച്ഛൻ എന്നെ പറയും, അതിലിങ്ങനെ ഈ കുഴമ്പ് തേച്ചിട്ട് ഇങ്ങനെ കിടന്ന് അട പോലെ ആയിട്ടുണ്ടാവും, പൊട്ടമാണെന്നൊക്കെ പറയും. പിന്നെ അച്ഛൻ്റെ ഇടുന്ന ഡ്രസ്സായാലും എല്ലാ ദിവസവും ഞാൻ മാറ്റും, കഴുകും. അവിടെയാണെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴാണ് അമ്മ അത് കഴുകുള്ളൂ. അങ്ങനെ അപ്പം അതൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമായി കാര്യങ്ങളാണ്. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് TV കാണാം. TV കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ ജഗ്ഗുവിൻ്റെ അടുത്ത് അച്ഛൻ ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു, ജഗ്ഗുവിന് അന്ന് 7 വയസ്സ്, 2016 അച്ഛൻ വന്നപ്പോൾ 6 വയസ്സ്. അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട്, അച്ചാച്ചൻ വന്നാൽ TV കാണാനായിട്ട് എൻ്റെ റൂമിൽ നിന്ന് വരുമ്പോൾ എപ്പോഴായാലും റിമോട്ട് അച്ചാച്ചൻ്റെ കയ്യിൽ കൊടുക്കുക. കാരണം അച്ഛന് ഒരു നിർബന്ധമുണ്ട്, റിമോട്ട് അച്ഛൻ്റെ കയ്യിൽ വേണമെന്ന്. അച്ഛന് സീരിയലുകളൊക്കെ കാണി. അപ്പോൾ ഇവ വല്ല കാർട്ടൂണൊക്കെ കണ്ടിരിക്കും. അപ്പോൾ അത് ജഗ്ഗു ചെയ്യും കേട്ടോ. അത് ഒരിക്കലും അവൻ റിമോട്ടിന് വേണ്ടി വാശി പിടിയോ കാർട്ടൂൺ കാണാൻ വാശി പിടിക്കുകയോ ചെയ്യാറില്ല. അച്ചാച്ചൻ വരുന്നു വേണ്ട ഉടനെ അവൻ ആ റിമോട്ട് അച്ചാച്ചൻ്റെ കയ്യിൽ കൊടുത്ത് കുറച്ച് സമയം അവൻ അച്ചാച്ചൻ്റെ കൂടെ ഇരിക്കും, അത് കഴിഞ്ഞ് പോവും. പിന്നെ അതുപോലെ അവൻ എല്ലാ ദിവസവും അച്ഛൻ നേരത്തെ കെടുക്കും. അപ്പോൾ അച്ഛൻ്റെ കൂടെ ചെന്ന് കിടന്ന് അവൻ ഉറങ്ങും. പിന്നെ ഞങ്ങൾ കെടുക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ അവന് അവിടെ നിന്ന് എടുക്കുക ചെയ്യാറ്. അപ്പോൾ അതൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അച്ഛന് നമ്മുടെ വീട് ഒറ്റ നിരപ്പല്ലേ, അപ്പം അച്ഛൻ ഇങ്ങനെ നടക്കാൻ സുഖ. ഒരു സൈഡ് തളർന്ന കാരണം ഈ കാലിന് അത്ര ബലമില്ല, ഇല്ലല്ലോ. അപ്പം അച്ഛന് അത് നടക്കാനും സുഖമായിരുന്നു. പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമുണ്ട് നമ്മുടെ ആട്ടുകെട്ടില്. അതും അച്ഛന് ഭയങ്കര എന്റെ അച്ഛനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചിട്ട് ആട്ടുകെട്ടിലൊക്കെ എടുക്കുക. എൻ്റെ അച്ഛനായിട്ട് നല്ല കമ്പനിയായിരുന്നു നമ്മുടെ അച്ഛൻ. അപ്പം അങ്ങനെ അച്ഛന് മൊത്തത്തിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇവിടുന്ന് ഞാൻ പോവില്ല. അപ്പം ഞാൻ പറയും, അച്ഛൻ പോകണ്ട. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ, നമ്മളത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പറയണത്. അപ്പോൾ അങ്ങനെ ആയി. പിന്നെ എന്തിട്ടുണ്ടായേ, പിന്നെ 2017 മെയ് മാസത്തിൽ തൃശ്ശൂർ പൂരം വന്നപ്പോൾ ഞാൻ അച്ഛനും കൊണ്ട് എൻ്റെ വീട്ടിൽ പൂരം കാണാൻ തൃശ്ശൂർ പൂരത്തിന് പോയി. 2 ദിവസം അവിടെ നിന്നു. എന്നിട്ട് മുകളിൽ കയറി അച്ഛൻ വെടിക്കെട്ടൊക്കെ കണ്ടു. ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ വെടിക്കെട്ട് സൗണ്ടൊന്നും അത്ര കേൾക്കില്ലെങ്കിലും അത്യാവശ്യം നന്നായി കാണാൻ പറ്റുമല്ലോ. ആ പുലർച്ചെ 3 മണി നേരത്തെ വെടിക്കെട്ടൊക്കെ അച്ഛൻ കണ്ടു, അവിടെ നിന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ പോന്ന്.
പിന്നെ ഒരു ഡെങ്കിപ്പനി ഇവിടെ പടർന്നു പിടിച്ചു. ഈ കേരളം മുഴുവൻ, ഒല്ലൂര് നമ്മുടെ വിൻസെന്റ് ഡീപ്പോൾ ആശുപത്രിയൊക്കെ ഡെങ്കിപ്പനിക്കാരെ കൊണ്ട് നിറഞ്ഞു. അപ്പം അതിൽ ചേട്ടനും പനി വന്നു, ഷാൻ ചേട്ടനൊക്കെ പനി വന്നു, ആശുപത്രി കിടത്തി. അങ്ങനെ ചേട്ടൻ ആശുപത്രി കിടന്നപ്പോൾ ഞാനവിടെ അവിടെ നിൽക്കണേ. അപ്പോൾ ഇവിടെ അച്ഛനൊറ്റയ്ക്കായില്ലേ. അപ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 2-3 ദിവസം അച്ഛനെ സജീവൻ കൊണ്ടുപോയി. ആ 2-3 ദിവസം അച്ഛൻ സജീവൻ്റെ അവിടെ നിന്നു. അപ്പോൾ സജീവൻ്റെ അവിടെ നിന്നിട്ട് ചേട്ടനെ പേര് വെട്ടി കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ പിന്നാലെ തന്നെ ഞാനും ചേട്ടനും കൂടി പോയി അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പം അച്ഛൻ ഇങ്ങനെ നോക്കിയിരിക്കുക നമ്മളെ. അപ്പോൾ എൻ്റെ അടുത്ത് രാഗി പറഞ്ഞു, എൻ്റെ ദൈവമേ ചേച്ചി 2-3 ദിവസം അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കണത് മുഴുവൻ സരിത ഇനിയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ ഇനി പോവില്ല, ഞാൻ അവിടെ ഇനി നിൽക്കുള്ളൂ, ഞാൻ ഇങ്ങോട്ടും പോവില്ല, ഞാൻ ഇനി അവിടെ ഇനി നിൽക്കുള്ളൂ, അവിടുത്തെ വീട് പണി കഴിഞ്ഞാലും ഞാൻ ഇങ്ങോട്ട് പോവില്ല, അങ്ങനെ ഇനി അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നേന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം അവൾക്കും അറിയാത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ വെറുതെ നുണ പറയാമെന്ന് വിചാരിക്കാമല്ലോ. അങ്ങനെ അച്ഛനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് അത് അവിടെ നിന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ജഗ്ഗുവിനും പനി തുടങ്ങി. ഞങ്ങൾ തീരെ വയ്യാണ്ടായി. ആശുപത്രിയിൽ എടുത്തില്ല, പക്ഷേ നല്ല പനി, ഡെങ്കിപ്പനി അല്ലായിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ. എന്നിട്ട് ഞാനും ജഗ്ഗും എൻ്റെ വീട്ടിലേക്ക് പോയി, കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി, എൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഞാൻ പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബുധനാഴ്ച അച്ഛൻ ഇവിടുന്ന് വടിയും കുത്തിപ്പിടിച്ച് നടന്ന് ഷാൻചേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഷാൻചേട്ടൻ്റെ വീട് പണിയൊക്കെ കഴിഞ്ഞു. അവരെ വീടൊക്കെ കയറി കണ്ട് മുകളിലൊക്കെ കയറി. അതുവരയ്ക്കും അച്ഛൻ മുകളിൽ കയറി കാണാൻ ഷാൻചേട്ടൻ കുറേ അവർ പറഞ്ഞിട്ടും കയറി കണ്ടിട്ടുണ്ടായിരുന്നില്ല മുകളിൽ. അച്ഛന് സ്റ്റെപ്പ് കയറാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അച്ഛൻ പൂരം കാണാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നല്ലോ. 2ാം നിലയിൽ മുകളിൽ കയറിയിട്ട് വെടിക്കെട്ടൊക്കെ കണ്ട കാര്യം കേട്ടപ്പോൾ ഷാൻചേട്ടൻ അത് ചോദിച്ചു. അച്ഛൻ്റെ അടുത്ത് അവിടെ വന്നിട്ട് വീട് കാണാൻ കയറാനായിട്ട് മുകളിലേക്ക് പണിയൊക്കെ കഴിഞ്ഞു, മുകളിലെടുത്തതിൻ്റെ അത് കാണാൻ പറഞ്ഞപ്പോൾ അച്ഛന് സ്റ്റെപ്പ് കയറാൻ വയ്യാന്നിട്ട് കയറിയില്ല. ഇപ്പോൾ സരിതേരെ വീട്ടിൽ പോയിട്ട് 2-3 നിലയുടെ മുകളിൽ കയറിയിട്ട് വെടിക്കെട്ട് കാണാൻ കയറാൻ അച്ഛന് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ അച്ഛൻ അവിടെ കയറി അവരെ വീടൊക്കെ കണ്ട് സ്മിതേച്ചിയുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു, എൻ്റെ ഫോണിലേക്ക് വിളിച്ചു ബുധനാഴ്ച. വിളിച്ചിട്ട് അപ്പം ഞാൻ ഫോൺ എടുത്തപ്പോൾ സ്മിതേച്ചി കേട്ടാ. അപ്പോൾ അതേ അച്ഛൻ്റെ കയ്യിലും എടുക്കാട്ടാ സരിതേ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഫോൺ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറയണേ, മോളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വിളിച്ചതാ, നീ ഇവിടെ നിന്ന് പോയിട്ട് എത്ര ദിവസമായേ? അപ്പോൾ 2-3 ദിവസമായിട്ടുള്ളോട്ടെ ഞാൻ പോയിട്ട്. ഞാൻ ഞെട്ടിപ്പോയി. അച്ഛൻ മോളേന്ന് ഒരാളെ പോലും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ഇവിടെ വന്ന കൊല്ലത്തിനിടയ്ക്ക്. അമ്മയാണെങ്കിൽ എല്ലാവരും മോളെ മോനേന്ന് മാത്രമേ വിളിക്കുള്ളൂ. അപ്പോൾ അച്ഛൻ എന്നോട് ആയെന്ന് തന്നെ പറഞ്ഞതാ, മോളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വിളിച്ചതാ, മാറിയാന്നിൻ്റെ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ പനി കുറവായി, പക്ഷെ എനിക്ക് ഭയങ്കര ചുമ, വായ പൂട്ടാണ്ടുള്ള ചുമയാണ് രാത്രിയും പകലും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പിന്നത്തെ ഞായറാഴ്ച പോയാൽ മതി, ഇന്ന് അവിടെ റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞിട്ട് എന്നെ അവിടെ നിർത്തിയേക്കാം കണ്ണംകുളങ്ങര. അപ്പോൾ ചുമയ്ക്ക് വരെ നാട്ടുവൈദ്യം ചെയ്യുന്നുണ്ട്, അമ്മ ഇഞ്ചി അതും ഇതൊക്കെ കുത്തിപ്പിഴിഞ്ഞ് നീരും അങ്ങനെയൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചുമ മാറണില്ല എൻ്റെ. അപ്പം അങ്ങനെ ഞാൻ അത്രയ്ക്കും വയ്യട്ടെ എനിക്ക്. അപ്പോൾ നീ എന്നാ ഇങ്ങോട്ട് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ ആ ചോദ്യവും വിളിയൊക്കെ കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി കേട്ടാ എന്ന് പറഞ്ഞിട്ട് വെച്ചു. അപ്പോൾ ഞാൻ എന്നിട്ട് അമ്മോട് അച്ഛനോട് പറഞ്ഞു ഞാൻ നാളെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ എനിക്ക് നല്ല ചീത്ത കിട്ടു, അതെന്തിനപ്പോൾ നാളെ പോകേണ്ട ആവശ്യം? അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനിങ്ങനെ വിളിച്ചു, എന്നോട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്താണാവോ, നാളെ ഞാൻ പോവാം, എന്തായാലും ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ എനിക്ക് കുറേ ചെയ്ത് കിട്ടും, ഞായറാഴ്ച പോയാൽ മതി, നിനക്കൊന്ന് ആവുതാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പിറ്റേ ദിവസം വ്യാഴാഴ്ച ഞാനിങ്ങോട്ട് പോന്നു. വെള്ളിയാഴ്ച അച്ഛൻ മരിച്ചു. അതാണ് അയ്യോ, എനിക്കത് ഇപ്പോഴും ആലോചിക്കുമ്പോഴേ ഞാൻ ശരിക്കും ഞായറാഴ്ച വന്നേനുള്ളൂ. അച്ഛനാ ബുധനാഴ്ച വിളിച്ച കാരണം ഞാൻ വ്യാഴാഴ്ച ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് അച്ഛൻ വെള്ളിയാഴ്ച രാവിലെ എണീറ്റിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അച്ഛന് ശ്വാസം മുട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഇടയ്ക്ക് വരാറുണ്ട്, ശ്വാസം മുട്ട് വരും. പിന്നെ കൊണ്ടുപോകാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛന് ഡീപ്പോളിത്തെ ഡോക്ടറെയാണ് കാണിക്കണതേ. അപ്പോൾ ശ്വാസം മുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വിളിക്കും. അപ്പൊ അവര് സമയം പറയുമ്പോ ആ സമയത്തേക്ക് കൊണ്ടുപോകുള്ളൂ. 1 മണി 1:30 ഇങ്ങടാ പറഞ്ഞേ. പക്ഷെ ഇവിടുന്ന് ഒരു 12:30 കൊണ്ടുപോയി. പക്ഷെ ഇവിടുന്ന് അച്ഛൻ എന്നോട് വർത്താനൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വർത്താനൊക്കെ പറഞ്ഞിട്ട് കാലത്ത് എൻ്റെ കയ്യിൽ നിന്നൊരു കട്ടൻ ചായ വാങ്ങിച്ച് കുടിച്ചു. നല്ല ശ്വാസം മുട്ട് കണ്ടപ്പോൾ ഞാൻ മറ്റേ ഹോട്ട് ബാഗില്ലേ, അതിൽ ശ്വാസം മുട്ട് വന്നു കണ്ട ഉടനെ അതിൽ വെള്ളം തിളപ്പിച്ച് നിറച്ചിട്ട് നെഞ്ചത്തും പുറത്തൊക്കെ ഇങ്ങനെ ചൂട് പിടിച്ച് കൊടുക്കും. പിന്നെ ഒരു ചൂടോട് കൂടിയിട്ട് ഒരു കട്ടൻ ചായയും കൊടുത്തു. പിന്നെ അച്ഛൻ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ പറ്റില്ല ശ്വാസം മുട്ടിയിട്ട്. അപ്പോൾ പിന്നെ നെബുലൈസ് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് നെബുലൈസർ ഉണ്ട് ഇവിടെ തന്നെ. അച്ഛനത് മരുന്നൊക്കെ ഇട്ടിട്ട് അച്ഛൻ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ തീരെ വയ്യാത്തപ്പോൾ നമ്മളാക്കി കൊടുക്കും, മരുന്നൊക്കെ ഒഴിച്ചു കൊടുക്കും.
അങ്ങനെ അത് ഒക്കെ വലിച്ചു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വർത്താനൊക്കെ പറഞ്ഞു നടന്നു. ഡ്രസ്സ് പോകേണ്ട സമയം ഇപ്പം മാറി. എന്നിട്ട് ഇവിടെ നിന്ന് കാറിൽ കയറി ഏകദേശം അവിടെ എത്തപ്പോഴേക്കും ഡിപ്പോയിൽ പ്രഷർ ഒരു 5 കുറഞ്ഞു. മിനിറ്റുള്ളൂ. 2-3 മിനിറ്റ് വേണ്ട. അപ്പോഴേക്കും അവിടെ ചെന്നപ്പോൾ പ്രഷർ കുറഞ്ഞു ഭയങ്കരമായിട്ട്. BP താന്നു പോയി അച്ഛൻ്റെ. പിന്നെ ഈ മറ്റേ സ്ട്രെച്ചറിൽ കിടത്തിയപ്പോൾ തന്നെ ഒരു ചെറിയൊരു അനക്കം പോലെയായി. അങ്ങനെ ഉണ്ടായി. അങ്ങനെ അപ്പം അച്ഛൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അച്ഛൻ ഇവിടെ വെച്ചിട്ട് തന്നെ മരിച്ചു. അപ്പം എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമുണ്ട് അച്ഛൻ്റെ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഒരു 9 മാസം അവർക്ക് ആ സമയത്ത് വീട് പണിയാൻ തോന്നിയത് ഭാഗ്യം. അത് കാരണം ആ ഒരു 9 മാസം എനിക്ക് നോക്കാൻ പറ്റി. സരിതോടാണെങ്കിലേ കണ്ടമാനം കഥകളും കുറേ കാര്യങ്ങൾ പറയും. സരിത കേട്ടിരിക്കൂട്ടാ. ഈ വയസ്സായവരെ കേട്ടിരിക്കാൻ ആളുകളുണ്ടാവില്ല. വയസ്സായവരിങ്ങനെ വർത്താനം പറയുമ്പോൾ അവരെ കേട്ടിരിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ കേട്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിലേ ഇത് നമ്മുടെ കൂട്ടാൻ നിറച്ചു വിട്ടാൽ. എന്നിട്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. അച്ഛൻ്റെ ഡ്രസ്സുകളും എല്ലാം കൊണ്ടുപോയില്ല. അച്ഛൻ്റെ ഒരു ഷർട്ട് മാത്രം ഞാൻ കൊടുത്തില്ല. അത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഞാനിപ്പോഴും. അത് ഞാൻ ഇടയ്ക്കെടുത്ത് കഴുകിയിടും. അച്ഛന് കുറേ ഡ്രസ്സ് ഉണ്ടെങ്കിലും ആ ഷർട്ട് ഇടാനാണ് കൂടുതൽ ഇഷ്ടം. അച്ഛൻ തന്നെ പറയും അതിടുമ്പോൾ അച്ഛനെ ഭയങ്കര ലുക്കാന്ന് പറയും. ഇതിടുമ്പോൾ നമ്മളെ നല്ല ലുക്കാലേ എന്ന് പറയും. പിന്നെ എങ്ങനെയും പോകുമ്പോൾ കുറേ കഴുത്തിലൊക്കെ പൗഡർ ഇട്ട് കൊടുത്ത് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്ത്, അതുപോലെ ഈ എല്ലാ ദിവസവും കുഴമ്പ് തേച്ച് കുളിക്കണ അച്ഛൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ 2 ദിവസം എന്തെങ്കിലും അസുഖം വന്നിട്ട് കുളിച്ചില്ലെങ്കിലേ മേലൊക്കെ ഇങ്ങനെ ചതമ്പൽ പോലെ വരും. ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കണ പോലെ തൊലിയൊക്കെ ഇങ്ങനെ. അപ്പം ഞാൻ ജഗ്ഗുവിൻ്റെ ഈ മോയ്സ്ചറൈസിങ് ക്രീമുണ്ട്, ബോഡി ലോഷൻ പോലത്തെ, അവൻ്റെ ഡ്രൈ സ്കിന്നായിട്ട് അങ്ങനെ വാങ്ങിച്ചേക്കണതാണ്. അതൊക്കെ പരട്ടി കൊടുക്കും മേല്. അപ്പോൾ അതൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ പരട്ടുമ്പോൾ തന്നെ ഒരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടും. പിന്നെ നല്ല മണവും സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ പരട്ടി കൊടുക്കും. വിലോടത്തേക്ക് പോകുമ്പോൾ പൗഡറൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ആ ഷർട്ട് എപ്പോഴും ഇടുള്ളൂ അച്ഛൻ. അപ്പോൾ അത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കൊടുത്തില്ല. അത് ഇപ്പോഴും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജഗ്ഗുവിൻ്റെ ഡ്രസ്സുകളിടുന്ന അവിടെ കൊളത്തിട്ടുണ്ട് ഞാനത് എപ്പോഴും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഷർട്ട് അച്ഛൻ്റെ. കണ്ട മണമൊന്നുമില്ല. കഴുകിയിടും ഞാൻ ഇടയ്ക്ക് എടുത്തിട്ട്. ഇടയ്ക്ക് ഞാനിത് വർത്താനൊക്കെ പറയും. അച്ഛനാന്ന് വിചാരിച്ചിട്ട് വർത്താനം പറയും. എനിക്ക് അങ്ങനത്തെ കുറച്ച് സൂക്കേടുകളൊക്കെ ഉണ്ട്. ഓരോരുത്തരെയൊക്കെ സങ്കല്പിച്ച് ഞാൻ വർത്താനം പറയും. ഞാൻ മാത്രമുള്ളപ്പോൾ. അപ്പോൾ ഇത് അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ഷർട്ടായിരുന്നു. സാധാരണ ഇങ്ങനെ ഉപയോഗിക്കുന്ന നല്ലതുകൾ മുഴുവൻ ഓരോരുത്തർ ഉപയോഗിക്കണവർക്ക് കൊടുത്തു. അല്ലാണ്ടുള്ളതൊക്കെ കത്തിച്ച് കളഞ്ഞു. നമ്മളങ്ങനെയാണല്ലോ, അങ്ങനെ പ്രായമായവർ മരിച്ചു പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പക്ഷെ ഞാൻ കൊടുത്തില്ല. ഇത് ഞാനിവിടെ എടുത്ത് വെച്ചു. പിന്നെ അതുപോലെ അച്ഛൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ പേഴ്സിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പേഴ്സ് എപ്പോഴും കൈ പിടിക്കുകയോ ആ ഫോട്ടോ എടുത്ത് നോക്കുകയൊന്നും ചെയ്യാറില്ല കേട്ടാ. അതിലിരിക്കുന്നുണ്ട് എന്ന് മാത്രം. ഒന്നാമത്തെ ഞാൻ എങ്ങടേലും പേഴ്സൊന്നും കൈ പിടിക്കാറില്ല. അതിപ്പോൾ എനിക്ക് അച്ഛൻ്റെ ശബ്ദമൊക്കെ കേൾക്കണ പോലെ തോന്നും. നമുക്ക് എന്താ പറയുക, അതിപ്പോൾ ഫോട്ടോ എടുത്ത് നോക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഒരു പ്രത്യേക ട്യൂണിൽ അച്ഛൻ എന്നെ വിളിക്കുക ഭക്ഷണം കഴിക്കാറാകുമ്പോൾ. സരിതാ പറഞ്ഞിട്ട്. അതൊക്കെ അങ്ങനെ കുറേ ഓർമ്മകളുണ്ട്. കുറേ ഉണ്ട്. ആ ഒരു 9 മാസം കൊണ്ട് കുറേ ഓർമ്മകളുണ്ട്. ഞാനതിൽ കുറേയൊന്നും പറയണില്ല. എൻ്റെ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന്മാരുടെ ജീവിതമൊക്കെ ശരിക്കും ഒരു ത്യാഗമാണ്. കുറച്ച് പേരൊക്കെ അതിനൊരു അപവാദമായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ കുറേ അച്ഛന്മാരൊക്കെ, നമുക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊരിതിൽ ചുരുണ്ടുകൂടി എടുക്കും. പക്ഷേ എൻ്റെ അച്ഛനൊന്നും എത്ര വയ്യാണ്ടായാലും അങ്ങനെ കിടക്കണത് ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും വല്ല വെള്ളം കുടിച്ച് അച്ഛൻ വർഷാപ്പിലേക്ക് പണിയെടുക്കാൻ പോകും. ഒരു വട്ടേ ഞാനന്ന് ജഗ്ഗുവിനെ പ്രഗ്നൻ്റ് ആയിട്ട് വീട്ടിലാട്ടാ. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ചേട്ടനന്ന് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് മരുന്നുകൾ കുറേ വേണം. ആ മരുന്നൊക്കെ മേടിച്ചേരുന്നൊക്കെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛൻ വർഷാപ്പിൽ പണിയെടുക്കണതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അയ്യോ എന്നൊരു നിലവിളി കേട്ടു. വർഷാപ്പിൽ ഏതോ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളുടെ പഴയ വീടാട്ടാ. വീടിൻ്റെ പിന്നിലാണ് വർക്ക്ഷോപ്പ് ഉള്ളത്. അപ്പം ഞാൻ കിടക്കണോടത്തുനിന്ന് എനിക്ക് ഓർമ്മയില്ല. ബെഡ് റെസ്റ്റിൽ കിടക്കുകയാണെന്നൊന്നും ഓർമ്മയില്ല. ഞാൻ കട്ടിലുമെന്ന് ചാടി എണ്ണീറ്റ് ഇറങ്ങി വർക്ക്ഷോപ്പിലേക്ക് ഓടി. അപ്പം ചെന്നപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൂടം കൊണ്ട് എന്തിട്ടോ അടിച്ച് പൊളിക്കണതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ തെറ്റിയിട്ട് തള്ള വിരലുമ്പിൽ എന്നെ അടി കൊണ്ടു. എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പൊളിഞ്ഞ് ചോര വരാ. അപ്പോൾ അവിടെ വർക്ക്ഷോപ്പിലേക്ക് പണി കൊണ്ടുവന്ന ചേട്ടന്മാർ അവർ ധൃതിയുള്ള പണിയെ കാരണം അവരവിടെ നിൽക്കണതേ.
അപ്പം അവരാണ് അയ്യോ എന്ന് പറഞ്ഞ് ഓടിയിട്ടെ. അച്ഛനാണെങ്കിൽ ഞാൻ തൊട്ട് പറ്റി അച്ഛാ ചോദിച്ചിട്ട് ഓടി വന്നു. അപ്പം അച്ഛൻ അടുക്കളയിലേക്ക് കൂളായിട്ട് വന്നിട്ട് ഒരു ഉള്ളി 2 ചുമന്നുള്ളി എടുത്ത് കടിച്ച് ഇവിടെ വെച്ച് ഒരു തുണി കഷ്ണം എടുത്ത് അതും ഇങ്ങനെ വെച്ച് കെട്ടി അച്ഛൻ പിന്നെയും പണിയാൻ പോവുക തന്നെയാണ്. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞേ, പണി കൊണ്ടുവന്നവർ പറഞ്ഞേ, കേശവേട്ടാ കുറച്ച് സമയം കുറച്ച് സമയം ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് മതി, ഞങ്ങൾക്ക് അത്രയ്ക്ക് ധൃതിയില്ല, എന്നിട്ട് പണിതാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നമ്മളങ്ങനെ ഇരുന്നാലേ പെണ്ണും പിള്ളേരൊക്കെ പട്ടിണിയാവും, അപ്പോൾ നമ്മളങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നിട്ട് അച്ഛൻ അതും വെച്ച് പണിതു. അങ്ങനെയാണ് അച്ഛന്മാർ അല്ലേ. നമ്മുടെ അച്ഛനും ഇവിടുത്തെ അച്ഛനും എന്തോരം അച്ഛൻ ഇങ്ങനെ പറയും, അച്ഛൻ അത് ഇങ്ങനെ പറയുമ്പോൾ അച്ഛന് തന്നെ ഒരു സങ്കടം പോലെ വരും. എന്തോരം പണിയെടുത്തു. 12 മണിയാവും അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോൾ, രാത്രി 4 മണിക്ക് എണീറ്റ് പോവും വേണം പുലർച്ചയ്ക്ക് ഈ ഓട്ട് കമ്പനിയിൽ. ഇത്ര അധികം വയറ് കഴിയണ്ടേ. ഇതില്ലേ ഇതധികം മൂപ്പില്ലാത്തതായ കാരണം കൊണ്ടേ ഇതിങ്ങനെ കിടക്കുള്ളൂ. ഈ മൂത്തതാണെങ്കിൽ ആ കൂട്ടാനൊക്കെ ഒരു കട്ടിയൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു ഇത് വന്നേനെ. ഇനി കുറച്ച് സമയം തുറന്നു വെന്തു ഇങ്ങനെ തന്നെയാ ഉള്ളത്. ഇനി കാച്ചാം, കുറച്ച് സമയം തുറന്ന് കിടന്നിട്ട് തിളക്കട്ടെ കേട്ടാ. നമ്മുടെ മീനാണ് 2ാം ഘട്ടം അതിൽ പാകമായി തുടങ്ങി. അച്ഛൻ്റെ കഥ പറഞ്ഞിട്ടേ, ശരിക്കും അച്ഛൻ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നല്ല പ്രായത്തിൽ വാങ്ങിച്ച സ്ഥലം ഈ ഭൂമിയാണിത്. ഇത് 2.5 ഏക്കർ സ്ഥലമുണ്ട്. 1970 മുമ്പ് 60 ആ കാലമല്ല, 60-നും 70-നും ഇടയിലാണ് ഈ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത്. 1500 രൂപയ്ക്ക്. അന്ന് അച്ഛന് ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ അച്ഛൻ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അന്ന് നല്ല സമ്പാദിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള പരിപാടി ഇതില്ലേ, അതിലുള്ളത് കൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ സൗഭാഗ്യത്തിൽ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു കോമ്പൗണ്ടിൽ എല്ലാവർക്കും ഭൂമിയായിട്ട് എല്ലാവർക്കും വീടായിട്ട് കഴിയണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ വേറെ എവിടേക്കോ എല്ലാവരും പല സ്ഥലങ്ങളിലായി പോയി തന്നെ. അങ്ങനെ മധുരിക്കുന്ന ഓർമ്മകൾ തന്നു. പ്രായമായവർ ശപിച്ചാലും അനുഗ്രഹിച്ചാലും അവരുടെ മരണശേഷമായിരിക്കും ഇത് ഫലിക്കുക. അപ്പം അച്ഛൻ എന്തോരം പണികളോ ചേട്ടൻ ചെയ്തിട്ടുള്ള എല്ലാതും പൊളിഞ്ഞ് പളിസായി പറഞ്ഞില്ലേ. ഇപ്പോൾ 2017 അച്ഛൻ മരിച്ചിട്ട് 2018 നമ്മൾ പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വിജയിച്ചു. അപ്പം അച്ഛൻ്റെ ഒരു അനുഗ്രഹമുണ്ട് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. അതുപോലെ അവർ ശപിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ മരണശേഷം അത് നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും. അടിപൊളിയല്ലേ. പേപ്പറുകൾ കയറി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഈ മനോരമ പേപ്പറിൽ ശുഭദിനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അത് ഞാൻ വായിക്കാൻ വളരെ ചെറിയ അക്ഷരായത് കൊണ്ടാണ് ഞാൻ വെറുതെ ഒന്ന് വായിക്കുന്നു കേട്ടോ. ഇതിപ്പോൾ ഈ കടലാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോട്ടാ. വീടിന് മുന്നിലെ തപാൽ പെട്ടി ഇടയ്ക്കൊക്കെ അയാൾ പരിശോധിക്കുന്നു. ചിലപ്പോൾ അതിനുള്ളിൽ ഒരു ചെക്ക് കാണുന്നു. അതും എടുത്ത് അയാൾ വീട്ടിലേക്ക് പോകും. ഒരു ദിവസം എഴുത്ത് പെട്ടിക്ക് അടുത്ത് നിൽക്കെ അയാളോട് അയൽക്കാരി ചോദിച്ചു, മകൾ ഇപ്പോൾ വരാറില്ലേ? അവൾ തിരക്കുള്ള ഡോക്ടറാണ്, സമയം കിട്ടാറില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അധികം താമസിയാതെ അയാൾ മരിച്ചു. വിവരമറിഞ്ഞെത്തിയ മകൾ സംസ്കാര ചടങ്ങുകളെല്ലാം ഭംഗിയായി നടത്തി. അതിനുശേഷം അച്ഛൻ്റെ മുറിയിലെത്തിയ അവൾ അവിടെ ഇരുന്ന പെട്ടി തുറന്നു. അതിനുള്ളിൽ അവൾ അയച്ച ചെക്കുകളായിരുന്നു. ഒന്നും മാറിയിരുന്നില്ല. കൂടെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. നിൻ്റെ പണമായിരുന്നില്ല എനിക്ക് വേണ്ടിയിരുന്നത്. സ്നേഹാന്വേഷണമുള്ള ഒരു കത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് ശരി. മോള് ഈ ഇത് അയച്ചുകൊണ്ടിരുന്നു ചെക്ക്. ഒരു കത്ത് പോലും അച്ഛൻ എന്തൊക്കെ സുഖാണോ ചോദിച്ചിട്ട് വായിച്ചില്ല അല്ലേ. വേണ്ട രീതിയിൽ സ്നേഹിക്കാതെ വരുന്നിടത്താണ് സ്നേഹം പരാജയപ്പെടുന്നത്. ഉള്ളത് കൊടുക്കുന്നതല്ല, വേണ്ടത് കൊടുക്കുന്നതാണ് സ്നേഹം. അതാണ് ഞാൻ പറയുന്നത്, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് പറയില്ലേ. സ്നേഹിക്കുന്നവർ അറിയേണ്ട 2 അടിസ്ഥാന സാഹചര്യങ്ങളുണ്ട്. സ്നേഹിക്കുന്നവരെ അറിയണം, അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിയണമെന്ന്. അതന്നെ. അല്ല, ഞാനിപ്പോൾ ഈ അച്ഛൻ്റെ ഈ കഥ നീ പറഞ്ഞില്ലേ, ഇതും ഭയങ്കരമായിട്ട് ഇതുണ്ട്. ഇത് അടുപ്പിലേക്ക് പോകേണ്ട കടലാസാണ്. കറക്റ്റ് അത് വായിക്കാൻ പറ്റിയില്ല ആ സമയത്ത്. ഇനി അടുപ്പിലേക്ക് കളയുന്നില്ല. അതന്നെയാ കാര്യം. ജീവിച്ചിരിക്കുമ്പോൾ നോക്കുക, നമ്മളാലാവുന്ന വിധം നോക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് വലിയ സംഭവം അടിയന്തരമൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് നടത്തി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുറേ കരഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞ് ചിലവരൊക്കെ അങ്ങനെ കാണിക്കുന്ന കാണാം. ഭയങ്കര ടേസ്റ്റ് മീൻ. ഇത് ചോറിനുണ്ടാവില്ല. അച്ഛന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു,
എന്നിട്ടെന്നറിയോ ട്രെയിനിൽ ഗുരുവായൂർക്ക് പോകണമെന്ന്. അത് പറ്റിയില്ല കൊണ്ടുപോകാൻ. അത് ഞാൻ തന്നെ ഏട്ടാ പറഞ്ഞതാക്കിയ നമുക്ക് പോവാട്ടെ അച്ഛാ എന്ന് പറയും ഞാനിടയ്ക്ക്. അപ്പം അച്ഛൻ നമ്മളെ കൊണ്ട് പറ്റുമോ, തീവണ്ടിയിൽ കയറാൻ പറ്റുമോ, പിന്നെന്താ നമുക്ക് പോവാം എന്ന് പറയും. പണ്ട് ഞാൻ അച്ഛനൊക്കെ ഗുരുവായൂർക്ക് പോയിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൽ പോയി തുടങ്ങൂലോ ആ സമയങ്ങളിൽ. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തൊന്നും വരുമാനമൊന്നും ഇല്ലല്ലോ. അപ്പം അച്ഛനൊന്നും ആ ഒരു വിഷമമുള്ള എനിക്ക്. അച്ഛന് നോൺ വെജാണ് ഭയങ്കര ഇഷ്ടമായി. നമുക്കൊന്നും അങ്ങനെ ഇറച്ചി മീനൊന്നും അധികം വാങ്ങിക്കാൻ പറ്റാറില്ല. മീൻ വാങ്ങിക്കും, മീൻ എന്തായാലും ആഴ്ചയിൽ ഒരു വട്ടം വാങ്ങിക്കും. അപ്പം അച്ഛനിങ്ങനെ നല്ല നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മേലൊക്കെ വെളിച്ചെണ്ണ തെളിയണ വരെ തിളച്ചെന്നെ നല്ല കട്ടിയിൽ വെക്കില്ലേ, കുറുക്ക് അങ്ങനെ വെക്കണം. മീൻ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും ആഴ്ചയിൽ 1-2 വട്ടം ഞാൻ എന്തായാലും വെക്കും. അപ്പം അത് ഉരുളങ്ങനെ ഉരുട്ടി അച്ഛനാ അത് ഒഴിച്ച് ചോറിന് ഇഷ്ടമില്ല. അത് ഉരുട്ടിയിട്ട് ആ ചാറിലിങ്ങനെ മുക്കി അതിങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടം. രാത്രി അങ്ങനെ പറയാൻ മാത്രം ഭക്ഷണം കഴിക്കില്ല, ഉച്ചയ്ക്കാണ് ഇത്തിരി കഴിക്കുക. പിന്നെ ഈ ബീഫ് പോർക്ക് അങ്ങനത്തെ ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടില്ല. ശരി, ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവോ അച്ഛൻ പോണതിൻ്റെ ഉള്ളിൽ അത്ര നാൾ. ഇപ്പോഴൊക്കെ ആയിരുന്നു ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ഈശ്വരാ ഇങ്ങനെയൊക്കെ ഈ സമയത്തൊക്കെ ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നമുക്ക് എവിടേക്കൊക്കെ കൊണ്ടുപോയിരുന്നു. അച്ഛന് ഇഷ്ടമായി യാത്രകളൊക്കെ ചെയ്യാനേ. പക്ഷെ എന്നാലാവുന്ന ഇത് ഞാൻ നന്നായിട്ട് നോക്കി അച്ഛനെ. അങ്ങനെ ഒരു ആശ്വാസമുണ്ട് നമുക്ക്. പിന്നീട് മരിച്ചു കഴിയുമ്പോൾ അയ്യോ നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പറ്റാവുന്ന പോലെ നമ്മൾ സ്നേഹിക്കുക. കൂട്ടാർക്കാറായില്ലേ? ആ ഇറക്കിക്കോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടാനിറക്കാൻ പോവാണ് കേട്ടോ. കാച്ചാൻ പോവാനി ഇതെവിടെ വെച്ചു? കൊഴുവ മീൻ്റെ പേരല്ലേ അത്? കടച്ചക്ക ഫസ്റ്റ് മീൻ വറുത്ത് കഴിഞ്ഞു. ഞാനാണ് സാധാരണ വെടുപ്പാക്കാറ്. ഉള്ളിട്ട് കാച്ചണം. ഇതും കൂട്ടി ചോറിന് ഭയങ്കര രസമാണ്. നല്ല രസമുണ്ടെങ്കിൽ കഴിക്കടാ എടുത്തിട്ട്. അത് ഇനി അടുത്ത് വറക്കാൻ വയ്ക്കാം. ജഗ് തലയിൽ കൈ വെച്ചിട്ട് എന്തോ ഒരു ഇത് സംഭവിച്ച പോലെ പറയണേ. ഭയങ്കര ടേസ്റ്റ് മീൻ വറുത്തത്. കൂട്ടാൻ കാച്ചി ഒഴിക്കണം. മീൻ ഒരുവിധം കഴിഞ്ഞിരിക്കുന്നു. എത്ര കള മീൻ ചോറിനാൻ പോവാ അല്ല ബേസിക്ക. ആ വാഴലോണ്ട് മൂടിയ ചോറ് ഒരു കാര്യം ചെയ്യാം. ഞാൻ കൂട്ട കൈപ്പത്തി എടുക്കണ്ടേ? ഇനി കൈപ്പത്തി ഒന്നും എടുക്കാൻ പോണ്ട. പപ്പടം കാച്ചിയത് വേണ്ടേ? പപ്പടം വേണ്ട. പപ്പടം പാത്രം വേണമെങ്കിൽ എടുത്തോളണോ? ഇട് കൂട്ടാൻ ഒഴുകി. പപ്പടം പാത്രം എടുത്തോണം അവിടെ നിന്ന് പോയിട്ട്. ഉരുളക്കിഴങ്ങ് അല്ല കടച്ചാക്കിന് ലയിച്ചിട്ടില്ലേ അല്ലേ? ഇനി ഉണക്കമീൻ അല്ല ഈ സാധനം ഭയങ്കര ചൂടാ. നമ്മൾ കഴിക്കാൻ പോകണം കേട്ടോ ഫുഡ്. ജഗ് പപ്പടം നല്ല കാച്ചിൻ്റെ എടുത്തോട്ടാൻ പോയിട്ട് 2 പപ്പടം. കടച്ചക്ക ഉടയുണ്ട്. ഉടയും അങ്ങനെ നമ്മൾ ഞെക്കി ഉടയും. പക്ഷെ അതിൻ്റെ ഒരു 100 എന്ന് പറയില്ലേ ഈ ചാറിലേക്ക് ഇങ്ങനെ കിട്ടാൻ. അതിനൊരു പപ്പടം എടുത്താൽ വറുത്തരച്ച കൂട്ടാൻ പപ്പടമാണ് ഇത്. സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഈ വല്ലപ്പോഴൊക്കെ ഇഷ്ടു കൂട്ടാൻ വയ്ക്കും. അത് ഉരുളക്കിഴങ്ങും സബോളയും കൂട്ടിയിട്ട് അമ്മ വയ്ക്കും. അപ്പോൾ പപ്പടം കാച്ചും. കടുമാങ്ങാച്ചാറ് വേണം? ഇനിയൊന്നുമില്ലല്ലോ. ഇനിയൊന്നും വേണ്ട. കഴിക്കുക ചേട്ടാ, എനിക്ക് വിശപ്പായിട്ടില്ല. ഞാൻ ചൂണ്ടെങ്കിലും കഴിക്കുന്നേ. രസമുണ്ട്. ആ ചേട്ടൻ്റെ ഈ കുഴച്ചുണ്ണൽ കാണുമ്പോൾ കുറേ ഇന്നിപ്പോൾ വന്നാൽ ചേച്ചിമാരും പറഞ്ഞതാ ഉണ്ണണത്. അജുവേട്ടൻ അങ്ങോട്ട് ചോറിന് കണ്ട അപ്പം ചോറ് എടുത്ത് ഉണ്ണാൻ തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഈ സ്റ്റൈലില്. ഈ കടച്ചക്കി ഉരുളക്കിഴങ്ങ് വെച്ച് വയ്ക്കുക. അല്ല എന്ത് സാധനവും വറുത്തരച്ചേക്കണ ഇങ്ങനെ തന്നെ വയ്ക്കുക. എല്ലാതും ചെയ്തിട്ട് അടുപ്പത്ത് വയ്ക്കുക. എനിക്ക് കടച്ചക്ക ഇഷ്ടമില്ലാത്ത, പക്ഷെ ഇങ്ങനെ വെച്ചപ്പോൾ രസമായി. ഉപ്പേരി ചേട്ടൻ നന്നായി കഴിച്ചൂലോ അന്ന് വെച്ച ഉപ്പേരി.
അത് അടിപൊളി. അത് നല്ല ജഗന് ഉള്ളതാണ് വേണമെങ്കിൽ വന്നോ. നല്ല കടച്ചക്കായിരുന്നു ആ സുജ കൊണ്ടുവന്നത്, കടയിൽ കൊണ്ടുവന്നത്. ഇങ്ങോട്ട് വന്നാൽ മോന്ത കിട്ടും. മോന്ത കിട്ടേ, മോന്ത വിളിക്ക് കിട്ടും, വായലി കിട്ടുന്നോ. മീൻ പിന്നെ എടുത്ത് കഴിച്ചോളും. മീൻ പിന്നെ ഞാൻ പറഞ്ഞ മീൻ തന്നെ എടുത്ത് കഴിച്ചോ. നേരത്തെ ആ ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് വെച്ചത് അത് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഞങ്ങൾ എടുത്ത് കഴിക്കും അല്ലേ. നിനക്ക് വേണോ? അവരുള്ള തന്നോ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു വിഷമം തോന്നും. കുഴക്കട്ടെ. അങ്ങനെ ഇനി ആവുള്ളോ. അത് നല്ല മൂത്തില്ലേ? മൂത്തതല്ല, കുഞ്ഞു കടച്ചകൾ കണ്ട. അതിങ്ങനെ പൊട്ടിക്കുമ്പോ ഇങ്ങനെ ലാസ്റ്റ് എന്താ പറയാ, ഈ വിറ്റ് പോയി 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 ലാസ്റ്റ് തെരവ് സാധനം ഇത് ബാക്കി മതി. ഇതിൻ്റെ ഒപ്പേ രണ്ട് മീൻ വറുത്തും കൂടി തിന്ന് നോക്കിയേ. ചാറ് നല്ല രസമുണ്ട്. ചാറ് ഇത്തിരി കൂടി ടേസ്റ്റ് ആവും ആ കടച്ചക്കര അതും കൂടി ഇതാകുമ്പോൾ. പിന്നെ കടച്ചക്കര സീസൺ ആകുമ്പോൾ ഇതുപോലെ നമ്മുടെ ജയന്തി ചേച്ചി സ്പെഷ്യൽ വറുത്തരച്ചത് വെച്ച് നോക്ക് കേട്ടോ. അല്ല അടിയന്നെ കൊഴുവ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിടണ്ട കേട്ടാ. ഇതുപോലെ വറുത്തുകൊണ്ട് വെച്ചാൽ മതി. വെറുതെ ഒരു കിണ്ണം ഇരുന്ന് ഇങ്ങോട്ട് തിന്നാം. നിർത്താൻ നമുക്ക് അല്ലേ. അപ്പോൾ നമുക്ക് നിർത്താടാ. ഇനി ബാക്കിയുള്ള ചോറ് കൂടി ഞാൻ കഴിയിട്ടേ. ഇത് തൊടില്ലേ, ഇത് മാത്രം.